നമസ്കാരം ഗൈസ്, നമ്മളിന്ന് ആദ്യമായിട്ട് അലംവാക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് നേരിട്ട് കാണാൻ പോകട്ടോ. വണ്ടി എടുത്ത് പരിപാടിക്ക് ഇറങ്ങിയപ്പോഴേക്കാണ് പെട്രോൾ ഇല്ലെന്ന് മനസ്സിലായത്. അങ്ങനെ നേരെ പോയി പെട്രോൾ അടിച്ചു, അവിടെ നിന്ന് നേരെ എറണാകുളം വിട്ടു. പരിപാടിക്കുള്ള ഞങ്ങൾ 4 പേര് എറണാകുളത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ കേട്ടോ പ്ലാൻ ചെയ്തിരുന്നത്. എടപ്പള്ളിയിൽ നല്ല സ്മൂത്ത് ട്രാഫിക് ആയിരുന്നു. പക്ഷേ ഗ്രോസറി ബ്രിഡ്ജിൻ്റെ അവിടെ വന്നപ്പോൾ പെട്ടുപോയി ഗൈസ്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക്. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ഇവരെല്ലാവരും നമ്മുടെ പരിപാടിക്ക് തന്നെ പോകാൻ വേണ്ടിയിരിക്കുന്നതാണ്. അങ്ങനെ എഴിഞ്ഞ് അവസാനം നമ്മൾ ബോൾഗാട്ടി പരിസരത്തി. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നേരെ അവന്മാരുടെ അടുത്ത് നിന്ന് ഫോട്ടോയ്ക്ക് കൈ കാണിച്ചപ്പോഴേക്കാണ് കയ്യിൽ മഞ്ഞട്ടാക്ക് കെട്ടിയിട്ടില്ലെന്നുള്ളത് ഞാൻ ഓർത്തത്. അങ്ങനെ ഞാനും കയ്യിൽ മഞ്ഞട്ടാക്ക് കെട്ടി ഗൈസ്. പരിപാടി നടക്കുന്ന സ്പോട്ടിലേക്ക് കുറച്ച് നടക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മിണ്ടിയും പറഞ്ഞ് ഉള്ളിലേക്ക് നടന്നു. പുറത്തുനിന്ന് കണ്ടപ്പോൾ അധികം ആളിലായിരുന്നെങ്കിലും ഞങ്ങൾ നടന്ന് ഉള്ളിൽ ചെന്നപ്പോഴേക്കാണ് ദേ വലിയ ജനക്കൂട്ടം. അങ്ങനെ ലൈനായിട്ട് നിന്ന് കയ്യിലെ ടാഗ് സ്കാൻ ചെയ്ത് ഞങ്ങൾ ഉള്ളിൽ കയറി. നേരെ ഉള്ളിൽ ചെന്നപ്പോഴേക്ക് നല്ല വിജനമായ സ്ഥലം, കുറേ ഫുഡ് സ്റ്റോളും കുറേ ആൾക്കാരുമുള്ള നല്ല വിജനമായ സ്ഥലം. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ തപ്പിച്ചെന്നപ്പോഴേക്കാണ് സൺബേണിൻ്റെയും അലംവാക്കിൻ്റെയും ഒഫീഷ്യൽ സ്റ്റോൾ ഞങ്ങൾ കണ്ടത്. അതിൽ ടീഷർട്ടും മാസ്കും തൊപ്പി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വില കണ്ടപ്പോഴേക്ക് മനസ്സിലായി ഇതൊന്നും നമുക്ക് മേടിക്കാൻ പറ്റുന്നില്ലെന്ന്. അങ്ങനെ ഇവിടുന്ന് പിന്നെയും നടന്ന് കുറച്ചും കൂടെ മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കാണ് നമ്മുടെ കറക്റ്റ് ഈവന്റ് നടക്കുന്ന സ്പോട്ടിലെത്തിയത്. കാര്യം ഞങ്ങൾ മിഡിൽ പ്രൈസ് ടിക്കറ്റ് ആയിരുന്നു എടുത്തിരുന്നെങ്കിലും നേരത്തെ വന്നുകൊണ്ട് സ്റ്റേജിന്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കാൻ പറ്റി കേട്ടോ. അവിടെ ചെന്ന് നിന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് നല്ല ദാഹം. എനിക്ക് മാത്രമല്ല കേട്ടോ, അവന്മാർക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ തിരിച്ചു പോയി നമ്മുടെ സ്റ്റാൾ കണ്ടെടുത്ത് പോയി ഒരു നീണ്ട ക്യൂ നിന്ന് അവിടെ പോയി 2 കുപ്പി വെള്ളം മേടിച്ചു. അങ്ങനെ എനിക്കൊരു കാര്യം മനസ്സിലായി, തിയേറ്ററുകളിൽ മാത്രമല്ല ഇങ്ങനത്തെ പരിപാടി സ്ഥലങ്ങളിലും ഫുഡ് ഐറ്റങ്ങൾക്ക് നല്ല പൈസയാണെന്നുള്ളത്. തിരിച്ചു വന്നപ്പോഴേക്കാണെങ്കിൽ ഡേവിസും സജുവൊക്കെ പരിപാടി ഇപ്പം തുടങ്ങുന്നുള്ള വൈബിൽ കണ്ണാടി കോച്ച് നല്ല ജില്ല് നിൽക്കുന്നു. 1 മണിക്കൂറായി, 1/2 മണിക്കൂറായി, 3/4 മണിക്കൂറായി, ആരും വന്നില്ല. അപ്പോഴാണ് നേരത്തെ വന്നതുകൊണ്ട് മാത്രം കാണാൻ പറ്റിയ കാഴ്ചകൾ കണ്ടത്. തുടരും.